ഈ ട്രംപിൻ്റെ പ്രവർത്തനങ്ങൾ അത് വിവിധോദ്ദേശ പ്രവർത്തനങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട്, എന്ന് വെച്ചാൽ മൾട്ടിപർപ്പസ് ആണ് പുള്ളിയുടെ ആക്ടിവിറ്റിയിൽ. ഇപ്പോൾ വെനിസ്വലയിൽ നിന്ന് മൊർദോനെ പൊക്കുകയും അതേപോലെ തന്നെ എണ്ണപ്പാടങ്ങളൊക്കെ സ്വന്തമാക്കുകയും ചെയ്തപ്പോൾ അത് മാത്രമാണ് എന്നാണ് പൊതുവെ മറ്റുള്ളവരൊക്കെ കണക്കാക്കുന്നത്. അങ്ങനെയല്ല. അമേരിക്കയുടെ എക്കാലത്തെയും ശത്രുവായിട്ടുള്ള ക്യൂബയെ തരിപ്പണമാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അതിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ എണ്ണ ഉപരോധം ശക്തമാക്കപ്പെട്ട സാഹചര്യത്തിൽ ക്യൂബയിൽ എണ്ണയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഏതാണ്ട് നിത്യനിദാന സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലായി. ജനത്തിന് നിൽക്കക്കള്ളിയില്ലാതെ അവസാനം ജനം ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് കത്തിച്ചു എന്നാണ് വാർത്ത. അതെ, എന്താണ് അതിൻ്റെ ഒരു വിശദാംശം? അതെ, ഇത് മധ്യ ക്യൂബയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ രാവിലെ ക്യൂബയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അസാധാരണം. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവിടെ ബ്ലാക്ക് ഔട്ട്സ് ആണ് ഇപ്പം. അവിടെ വെളിച്ചവും ഒന്നുമില്ല, മരുന്നില്ല, ഭക്ഷണമില്ല, റേഷനും ഒന്നുമില്ല. അതായത് വെനസ്വേലയിൽ നിന്നാണ് എണ്ണ കിട്ടിക്കൊണ്ടിരുന്നത്. വെനസ്വേലയിൽ നിന്ന് മദുറോയെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ എണ്ണ ഉപരോധം, വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ ക്യൂബയ്ക്ക് കൊടുക്കണ്ട എന്ന് അമേരിക്ക തീരുമാനിച്ചു. അങ്ങനെ നട്ടം തിരിയുകയാണ് ക്യൂബയിലെ ജനം. അമേരിക്കൻ ഓയിൽ ബ്ലോക്കേഡ്, അമേരിക്കൻ എണ്ണ ഉപരോധം എത്തുന്നില്ല അതിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പവർ കട്ട് ആണ് അവിടെ. വെളിച്ചമൊന്നുമില്ല, പവർ കട്ട്, ഭക്ഷ്യക്ഷാമം, മരുന്നിൻ്റെയൊക്കെ ക്ഷാമം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.